മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ പത്തനംതിട്ട ആറന്മുളയിൽ എത്തിയിരിക്കുന്നു. അവിടെ ദുരിതബാധിത മേഖലകളിൽ അദ്ദേഹം ഇന്ന് സന്ദർശനം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അദ്ദേഹം ആറന്മുളയിൽ എത്തിയതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. കോഴഞ്ചേരിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ദുരന്തബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ദുരിതം ഏറ്റവും അധികം നാശം വിതച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. മന്ത്രി പി.സി. വിശ്വനാഥും ആറന്മുള എം.എൽ.എ. അബിൻ വർക്കിയും മുഖ്യമന്ത്രിക്കൊപ്പം റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി കോഴഞ്ചേരിയിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ട ശേഷം ഈ ദുരിതബാധിത മേഖലകളിലേക്ക് പോകും എന്നാണോ? കോഴഞ്ചേരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ട്. ഇവിടെ വെച്ച് പ്രതികരണം നടത്തിയ ശേഷമാണ് അദ്ദേഹം പോകുകയെന്ന് വേണം മനസ്സിലാക്കാൻ. റോഷിപാലുണ്ട് വിവരങ്ങളുമായ. റോഷിപാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതാ എത്തിയിരിക്കുന്നു. 12 മണിക്കാണ് നേരത്തെ സമയം പറഞ്ഞത്. അദ്ദേഹം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കണ്ട ശേഷമായിരിക്കുമോ ദുരിതബാധിത മേഖലകളിലേക്ക് പോകുന്നത്? സ്മൃതി, അങ്ങനെയാണ്. ആദ്യം PW റെസ്റ്റ് ഹൗസിൽ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ ഈ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മേഖലയിലെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തും. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. നിലവിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി പി.സി. വിശ്വനാഥുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പി.സി. വിശ്വനാഥിന്റെ നേതൃത്വത്തിലാണ്. ആറന്മുളയിനൊപ്പം അബിൻ വർക്കി എം.എൽ.എ., ശാന്തകുമാർ എം.എൽ.എ. ഉൾപ്പെടെയുള്ളവരുമുണ്ട്. അതിനുശേഷം ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് പിന്നീട് ദുരന്ത മേഖലയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരും. ആദ്യം ആറന്മുളയിലാണ് എത്തുക. അതിനുശേഷം ആറന്മുളയിൽ തന്നെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും സന്ദർശനം നടത്തും. റാന്നിയിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി അവിടെ വ്യാപാരികളുമായി ചർച്ച നടത്തും. വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അവർ പ്രയാസങ്ങൾ നേരത്തെ MLA-മാരുടെ മുന്നിൽ ഉന്നയിച്ചതാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവർ ആവശ്യപ്പെടും. അവിടെ വ്യാപാരികളുമായി ചർച്ച നടത്തും. അതിനുശേഷം തിരുവല്ലയിലേക്ക് മുഖ്യമന്ത്രി പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആറന്മുള മേഖലയിൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ മഴയല്ല, എന്നാൽ പോലും മഴ തുടരുന്നുണ്ട്. പക്ഷേ ആറന്മുളയിൽ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് കുറയുന്നുണ്ട്. പഴയ ഇന്നലെ കണ്ടതുപോലെ വെള്ളം ഒഴുകിയെത്തുന്നില്ല ആറന്മുളയിൽ. പക്ഷേ വെള്ളം മുങ്ങിയ മേഖലയിൽ സമാനമായി തന്നെ വീടുകൾ മുങ്ങിക്കിടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചില ദുരിതാശ്വാസ ക്യാമ്പുകൾ പരാതികൾ ഉയരുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇവിടെ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തി ആവശ്യമായ സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ അത് നാളെ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഈ സാഹചര്യമൊക്കെ വിലയിരുത്തിയതിനു ശേഷം മാത്രമാകും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ നിന്ന് പോവുക. ഏതായാലും ഏറ്റവും പ്രധാനമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം. കാരണം ആറന്മുളയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയേറെ വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണുള്ളത്. പല വീടുകളുടെയും മുകൾ നിലയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ തയ്യാറാകാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ആ സാഹചര്യം അടക്കം ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കും. ജില്ലാ കളക്ടറും റൂറൽ SP-യും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഒപ്പം മെഡിക്കൽ ടീം എല്ലാവരും ഉണ്ട്. DMO ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇനി ഈ വെള്ളം ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ ശുചീകരിക്കണം. ആ ശുചീകരിക്കുക എന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനുവേണ്ടി 25,000 രൂപയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ അനുവദിച്ചത്. മാത്രമല്ല വീട് പൂർണ്ണമായി വെള്ളത്തിൻ്റെ അടിയിലായവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം 10,000 രൂപയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല പിന്നീട് അങ്ങോട്ട് വെള്ളക്കെട്ട് പകർച്ചവ്യാധികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതൊക്കെ തടയാൻ വേണ്ടി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രി പി.സി. വിശ്വനാഥുമായും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. ഈ സാഹചര്യങ്ങൾ, ഇവിടെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് മുഖ്യമന്ത്രി വിശദീകരിക്കും. അതിനുശേഷം ദുരിത മേഖലയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരും. ദുരിതാശ്വാസ ക്യാമ്പിൽ അവിടെ കഴിയുന്നവരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. അതിനുശേഷം റാന്നിയിൽ കൂടിക്കാഴ്ച നടത്തും. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം ക്രമീകരിച്ചത്. പത്തനംതിട്ടയിലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം കോഴഞ്ചേരി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗമുണ്ട്.
അതിനുശേഷം ആറന്മുളയിൽ വെള്ളം കയറിയ മേഖലകളിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തും. ചെറിയപറമ്പ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശനം നടത്തും. വ്യാപാരികളുമായി റാന്നിയിൽ ചർച്ചയുണ്ട്. തിരുവല്ലയിലെ ദുരിത മേഖലകളിലേക്ക് അദ്ദേഹം എത്തും. ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മറ്റു ജില്ലകളിലെല്ലാം ഇപ്പോൾ അപകട സാഹചര്യം ഏതാണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ മാത്രമാണ് ഗുരുതരമായ പ്രതിസന്ധിയുള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിലാണ് അദ്ദേഹം സന്ദർശനം നടത്താനിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ദുരിത മേഖലകളിൽ എത്തുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചതിനെ 4ാം നാൾ അദ്ദേഹം പത്തനംതിട്ടയിലെത്തിയിരിക്കുന്നു. ക്യാമ്പുകളിലേക്ക് എത്താൻ പോകുന്നു. അല്പസമയത്തിനകം തന്നെ അവലോകന യോഗം തുടങ്ങും. ഋഷിപാൽ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ മുഴുവൻ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉന്നതതല യോഗം, അതിനുശേഷം ദുരിത മേഖലകൾ സന്ദർശനം, വീണ്ടും വ്യാപാരികളുമായുള്ള ചർച്ച, അങ്ങനെ നീണ്ടുപോകുന്ന പരിപാടിയുടെ പട്ടിക നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്മൃതി, മുഖ്യമന്ത്രി ഇന്ന് ആദ്യം ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. ഉദ്യോഗസ്ഥന്മാരുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ റെസ്റ്റ് ഹൗസിൽ തുടരുകയാണ്. അതിനുശേഷമാണ് ഈ ദുരിത മേഖലയിൽ ഇന്ന് ഏതാണ്ട് റാന്നിയിലും തിരുവല്ലയിലാണ് ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത്. കാരണം അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റാനുള്ള തീരുമാനം ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള സന്ദർശനമൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം റാന്നിയിൽ നിന്ന് വെള്ളം ആറന്മുളയിലും പിന്നീട് അത് നേരെ തിരുവല്ലയിലും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. ഈ ആറന്മുളയിൽ വെള്ളം കുറഞ്ഞാൽ പോലും തിരുവല്ലയിലെ ദുരിതം അവസാനിക്കുന്നില്ല. അതൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തിരുവല്ലയിൽ തന്നെയാണ്. കാരണം ആറന്മുളയിൽ ഏതാണ്ട് കുറേ പേരെയൊക്കെ ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോഴും അവിടെ കഴിയുന്നവർ അവർ സുരക്ഷിതരാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായി അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒപ്പം ജനപ്രതിനിധികളൊക്കെ കൃത്യമായി എത്തിക്കുന്നുണ്ട്. അതേസമയം തിരുവല്ലയിൽ സമാന സാഹചര്യമല്ല. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെള്ളം കയറുന്നു, അവിടെ അവർക്ക് വലിയ പ്രയാസം അനുഭവിക്കുന്നു. അതുകൊണ്ട് ക്യാമ്പ് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. അതുകൊണ്ട് അവിടെ കൂടി പോകുന്നു. അവിടെ ഏത് തരത്തിലാണ് ഇനി പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളും വിശദമായി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ഈ യോഗം അവസാനിക്കും. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. മഴ തൽക്കാലത്തേക്ക് ശമിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 6-ാം തീയതിയോടെ 3 ദിവസം തുടർച്ചയായി ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. അത് സ്വാഭാവികമായും പ്രദേശവാസികളൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മലയോര മേഖലയിൽ കനത്ത മഴ പെയ്താൽ വെള്ളം കുത്തിയൊലിച്ച് ആറന്മുളയിലേക്ക് എത്തും. നിലവിൽ തന്നെ ഭൂരിഭാഗം വീടുകളും വെള്ളത്തിനടിയിലാണ്. ഇനിയും വെള്ളം കയറി കഴിഞ്ഞാൽ അത് പ്രവർത്തനത്തെ, ഇപ്പോഴത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തൊക്കെ ബാധിക്കുകയും നിലവിൽ 1-ാം നിലയിൽ കഴിയുന്നവരും മാറ്റേണ്ട ഒരു സാഹചര്യം വരും. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന യാനങ്ങളുമായി ആറന്മുളയിലും ഒപ്പം തിരുവല്ലയിലൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാന്നിയിലും സമാനമായ സാഹചര്യം വരും. ഇനി മഴ ശക്തമായി കഴിഞ്ഞാൽ ഇപ്പോഴും ആറന്മുളയിൽ ഇടവിട്ടുള്ള മഴയുണ്ട്. ശക്തമായ മഴയില്ലെങ്കിൽ പോലും ഇടവിട്ടുള്ള മഴയുണ്ട്. ആകെയുള്ള ആശ്വാസം ആറന്മുളയിൽ ഇന്നലെ കുത്തിയൊലിച്ച് വന്ന അത്രത്തോളം വെള്ളമില്ല. അവിടെ ആറിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വെള്ളം പുതുതായി ഒഴുകി എത്തുന്നില്ല എന്നതാണ്. പക്ഷേ അവിടെ കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ല. അത് വെള്ളം ഇറങ്ങുക അത്ര എളുപ്പമല്ല. സാധാരണ ആറന്മുളയിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യവും. എല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിലയിരുത്തുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി എത്തുന്നില്ല എന്നൊരു പരാതി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. 3 ദിവസം പിന്നിട്ട് 4-ാം ദിവസമാണ് മുഖ്യമന്ത്രി ദുരന്ത മേഖലയിലേക്ക് എത്തുന്നത്. ഇവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ഈ പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയായി നൽകിയത്. അതുകൊണ്ട് ഇന്നലെ മന്ത്രി PC വിശ്വനാഥൊക്കെ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറും ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സ്ഥലം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള പരാതികളൊക്കെ കേട്ടതിന് ശേഷമാണ് അവർ മടങ്ങിയത്. ഒപ്പം ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ 2 മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മന്ത്രി PC വിശ്വനാഥിനാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ചുമതലയും നൽകിയത്. ഇടയ്ക്ക് ചില ക്യാമ്പുകളിൽ ഭക്ഷണം കൃത്യമായി എത്തുന്നില്ല എന്ന പരാതികളുണ്ടായിരുന്നു. സമാനമായി ഇന്ന് തിരുവല്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉയർന്ന പരാതി അവിടെ ആവശ്യമായ സൗകര്യമില്ല എന്നതാണ്. അതുകൊണ്ട് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്താൻ ഈ ടോയ്ലറ്റ് ഉൾപ്പെടെ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രി PC വിശ്വനാഥ്. ഇന്ന് തന്നെ ഈ ടോയ്ലറ്റ് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സന്ദർശനവും നടക്കുന്നത്. അതുകൊണ്ട് അവിടെ മേഖലയിൽ ദുരിത മേഖലയിലെത്തി സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മനസ്സിലാക്കി കൂടുതൽ തുക ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആവശ്യമെങ്കിൽ അതൊരുപക്ഷെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത്
പ്രഖ്യാപനം നടത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ വള്ളം കയറിയ വീടുകൾ അവിടെ ശുചീകരിക്കുമ്പോൾ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അതിന്റെ കൃത്യമായ വിലയിരുത്താൻ കഴിയുള്ളൂ. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആ വീടുകളിലേക്ക് സന്ദർശനം നടത്തും. ശരിയാ, നഷ്ടപരിഹാരം വൈകാതെ തന്നെ നൽകുമെന്നാണ് നേരത്തെ മന്ത്രി PS.C. വിശ്വനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്.